വെറുതെ പറഞ്ഞാൽ ഞാൻ വെളി കിടന്ന് എത്ര വിളി വിളിച്ച് നീ ഇന്റെ അകത്തൊന്ന് കുത്തിയിരിക്കണ പിന്നെ ഇവിടെ ഇരിക്കാൻ തലകുത്തി നിൽക്കാൻ പറ്റുമോ? എന്തൊരു ദേഷ്യം എന്തോന്ന് ഇങ്ങനെ ദേഷ്യം? ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ പറയോ? എന്നാ പറഞ്ഞു നോക്ക്, തിരിച്ചും ഞാൻ പറയും. ദൈവമേ, എന്തിങ്ങനെ ദേഷ്യം നിനക്ക്? സാറുമായിട്ട് വഴക്കിട്ടാന്ന്. വഴക്കിട്ടില്ല, പക്ഷെ ഇടാൻ പോവാ. പൊന്നേ, വഴക്കിടുന്നതിന് മുമ്പ് ഇത്ര ചാട്ടം. അപ്പൊ വഴക്കിട്ട് കഴിഞ്ഞ് എന്തായിരിക്കും അങ്ങനെ അവസ്ഥ? എന്തോന്ന്? അല്ല ഞാൻ പറയണത്, എന്ത് പ്രശ്നം? ഇടി എന്ത്? നമ്മളെ സ്വന്തം അനിയത്തിയെ പോലെ കാണും. നീ മറക്കണ്ട കേട്ടാ വെച്ചേ. അയ്യോ, ഒരു അനിയത്തി. എനിക്കറിയാം, ഇവിടെ വന്നിട്ട് ഓരോന്ന് ചുഴിഞ്ഞു ചോദിച്ച് ഇവിടുത്തെ രഹസ്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് തുമ്പിയെ പോലെ പറന്ന് ഈ നാട് മുഴുവൻ അറിയിക്കണം. അങ്ങനെ എന്റെ വീട്ടിലെ രഹസ്യങ്ങൾ നാട്ടുകാരെടുത്ത് പറഞ്ഞ് സൂയിക്കണ്ട. ഇതല്ലേ കുഞ്ഞെ, പറയണില്ലെങ്കിൽ പറയണ്ട. നോക്ക്, ഞാനേ ഇങ്ങോട്ട് നോക്ക്. എല്ലാരും എന്നെ തുമ്പി എന്ന് വിളിക്കും. ലത കുഞ്ഞും കൂടെ എന്നെ അങ്ങനെ വിളിച്ചോണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റൂല. അയ്യോ, സെന്റിന്ന് അടിക്കണ്ട ചേച്ചി. അങ്ങനെ വിളിക്കുന്നോണ്ട് ചേച്ചിക്ക് ഒരു സങ്കടമില്ലെന്ന് എനിക്കറിയാം. നീയും ടോമി സാറും കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു കാണാനാണ് എന്റെ ആഗ്രഹം. പിന്നെ എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം നിനക്ക് വേണമെന്ന് ചോദിക്കാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. തൽക്കാലേ ഒരു സഹായവും വേണ്ട, ചേച്ചി പോയാട്ടെ. നമ്മളെ കോളനി താമസിക്കണ സുരേന്ദ്രന്റെ ഭാര്യ തങ്കോണി ഇങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഇപ്പൊ സുരേന്ദ്രൻ മക്കാട് പണിക്ക് വന്ന ചാന്തമ്മയായിട്ട് ഇപ്പൊ ഒരു ചുറ്റിക്കളി. നാട്ടുകാരും മൊത്തം അറിഞ്ഞു. ഇനി അറിയാൻ ഇനി ആരുമില്ല. ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുവാന്നേ, ഈ നാട്ടിൽ നടക്കുന്ന അവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി എന്തിനാ ഇവിടെ ഒന്ന് പറയണത്? ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കളയാൻ വേണ്ടിട്ട്. ഓ, നമ്മളായിട്ട് ഇനി ഒന്നും പറയണില്ലേ? ഇന്നലെ തമ്പാനൂര് വെച്ച് നമ്മളെ ടോമി സാർ ഒരു പെണ്ണും കൂടെ പോണ ഞാൻ കണ്ടല്ലോ. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഇനി നമ്മളായിട്ട് ആരെയും മനസ്സമാധാനം കളയണില്ലേ? അവിടെ ഇരി. എവിടെ ഇച്ചാൻ ആരെയും കൂടെ വെച്ച് കണ്ടെന്ന്? എന്താ മനസ്സമാധാനമൊക്കെ പോവൂലേ? ചേച്ചി പറയേണ്ട പോലെ എനിക്ക് മനസ്സമാധാനം പോണത്. പ്ലീസ് ചേച്ചി ഒന്ന് പറ, എവിടെ വെച്ച് ഇച്ചാനെ കണ്ടത്? ചേച്ചിയാ? തുമ്പിയല്ലേ? അല്ല ചേച്ചി, എന്നെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ഒന്നും പറ പ്ലീസ് 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 പറ ചേച്ചി. ശമ്പളേച്ചി പറ. ആദ്യം നീ വിഷമിച്ചിരിക്കണ എന്താണെന്ന് എന്റെ അടുത്ത് പറ, എന്നിട്ട് ഞാൻ വന്ന കാര്യം പറയാം. എന്നാലേ പറയുള്ളൂ? പറയുള്ളൂ. എന്നാ ചേച്ചി ആദ്യം പറ, പിന്നെ ഞാൻ പറയാം. ഞാൻ പകുതി പറഞ്ഞു വെച്ചേക്കല്ലേ, ബാക്കി നീ പറ. നീ പറഞ്ഞിട്ട് ഞാൻ പറയാം. പറയാം, പക്ഷെ ചേച്ചി ഇത് പുറത്ത് ആരും പറയില്ല. അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിൽ കിടക്കണ കാര്യം വേറൊരു വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് എനിക്കെന്തൊരു കിട്ടാൻ പെണ്ണെ? ഞാൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. നീ പറ. എന്നാന്നറിയോ, ഇച്ചാൻ എന്നും ഇവിടെന്ന് സ്കൂളിൽ പോണെന്നും പറഞ്ഞോണ്ട് പോയി. ഇന്നലെ ഇവിടെന്ന് പോയി. എന്റെ ഇച്ചാൻ ഇന്നലെ സ്കൂളിൽ എത്തിയിട്ടില്ല. മനസ്സിലായ? എനിക്ക് എന്റെ എവിടെയാ പോയെന്ന് എന്റെ അടുത്ത് ഒരു വാക്ക് പോലും ചെയ്യാൻ പറഞ്ഞില്ലെന്നേ. എനിക്ക് ഞാൻ ഇന്നലെ കണ്ട കാഴ്ച സത്യം തന്നെ. കണ്ട കാര്യം എന്താ വെച്ചാൽ പറയും പ്ലീസ്. ശ്യാമളേച്ചി പറയേ. അതിപ്പോ നീ ഇത് എങ്ങനെ അറിഞ്ഞെന്ന് നീ ആദ്യം പറ. സത്യം പറഞ്ഞ ഭാഗ്യം കൊണ്ട് അറിഞ്ഞ ചേച്ചി, ദൈവം എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് അറിഞ്ഞത്. ഇല്ല, ഒന്ന് ആലോചിച്ചു, നമ്മുടെ ശിവദാസനായിട്ടില്ലേ സ്കൂളിലെ പ്യൂണ്, ഇച്ചാന്റെ സ്കൂളിലെ പ്യൂണില്ലേ, ആ ചേട്ടൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് സ്കൂളിൽ പോകുന്നില്ല, അങ്ങനെ ലീവ് വേണം, അത് ഇച്ചാന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ട്. അന്നേരം ഇച്ചാൻ സ്കൂളിലേക്ക് പോയി. ഇങ്ങനെ എന്തോ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് ഇന്നലെ ഇടയ്ക്ക് അറിയാണ്ട് ഇയാളുടെ നാവിന്ന് ഇങ്ങനെ വീണുന്നേ, ഇച്ചാൻ ഇന്നലെ സ്കൂളിൽ ചെന്നിട്ടില്ലാന്ന്. പിന്നെ ഇച്ചാൻ ഇത് എവിടെ പോയി? എന്റെ അടുത്ത് വാക്ക് പോലും ചെയ്യാൻ മിനിറ്റിൽ എവിടെ പോയിന്ന്. എന്നിട്ട് സാറിന്റെ അടുത്ത് നീ ഇത് ചോദിച്ചില്ലേ? എന്റെ പൊന്നെ, ഞാൻ ഇന്ന് രാവിലെ അങ്ങോട്ട് അറിഞ്ഞല്ലേ ഉള്ളൂ. അന്നേരം ചേ സ്കൂളിൽ പോയി. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നേ. അല്ലേലും ഇത് ഫോണിൽ കൂടെ സംസാരിക്കേണ്ട വിഷയമല്ല. ഇതൊക്കെ എനിക്ക് നേരിട്ട് എന്നെ ഇച്ചാനടുത്ത് ചോദിക്കണം. വരട്ടും, എനിക്കറിയണമല്ലോ എന്നോട് എന്തിനാ കള്ളം പറഞ്ഞെന്ന്. കറങ്ങാൻ പോവാൻ, കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെയൊക്കെ കറങ്ങാൻ പോവാൻ. ശ്യാമളേച്ചി, സത്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറയുവേ, എന്റെ ഇച്ചാൻ അങ്ങനെ പോകത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ട കാര്യമൊന്നും ഇനി അങ്ങോട്ട് പറയണില്ലേ? അതെന്താന്ന് പറ ശ്യാമളേച്ചി. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞാലും നീ വിശ്വസിക്കാനൊന്നും പോണില്ല. നീ നമ്മളായിട്ട് പറയണില്ല. ഇന്നലെ തമ്പാനൂര് വെച്ച് ഒരു നീല സാരി ഉടുത്ത ഒരു മൂക്കുത്തി, ഇത്ര വരും മൂക്കുത്തിയൊക്കെ വെച്ചൊരു വട്ടപ്പൊട്ടൊക്കെ വെച്ചൊരു പെണ്ണുമായിട്ട് സാറ് അവിടെ തമ്പാനൂര് ജംഗ്ഷനിൽ നിൽക്കണ കണ്ട കാര്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇനി ഞാൻ അത് പറഞ്ഞാൽ നീ വിശ്വസിക്കാനൊന്നും പോണില്ല. അതുകൊണ്ട് നമ്മളായിട്ടൊന്നും പറയണില്ലേ എന്റെ പൊന്നേ.
മൂക്കുത്തിട്ടിട്ട് നീല സാരി കൊടുത്ത പെണ്ണ. ഞാൻ ഒരു 10-10:30 കണ്ടത്. അതുകൊണ്ട് നീല സാരിയാണെന്നുള്ള കാര്യം ഉറപ്പാ കൊച്ചേ. അല്ല നമ്മളിതൊക്കെ പറഞ്ഞാ നീ വിശ്വസിക്കുവോ? ചേച്ചി പറയും, എന്നാലേ വിശ്വസിക്കുമല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ ഇന്നലെ 10-10:30 മണിയായപ്പോ തമ്പാനൂര് വഴി വണ്ടി ഓട്ടിച്ച് സ്പീഡിൽ വരെയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരാൾ എന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ട് പോണ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ വീണ്ടും തിരിഞ്ഞു നോക്കി, വീണ്ടും ഒരു റൗണ്ട് കൂടെ അടിച്ചു ഈ ബ്ലോക്കിന്റെ ഇടയിൽ. റൗണ്ട് അടിച്ച് തിരിച്ചു വന്നപ്പോ കാണാം ആ സാറിനെ കാണാനില്ല, പെണ്ണിനെ കാണാനില്ല. എനിക്ക് ഉറപ്പ് എന്നെ സാറാണെന്ന്. പക്ഷെ എന്നെ കണ്ടോണ്ടാണോ എന്തോ സാറ് പെട്ടെന്ന് വലിഞ്ഞു കളഞ്ഞു. ഏതെങ്കിലും ബസ്സിനകത്ത് കയറിപ്പോയാ, ട്രെയിനിനകത്ത് കയറിപ്പോയാ, ആഹാരം കഴിക്കാൻ കയറിപ്പോയാ, ഇവിടെ കയറി ഒളിച്ചു കേട്ടാ എന്നെ കണ്ടുടനെ. അതത്ര ശരിയായിട്ടൊന്നും തോന്നുന്നില്ല. ആ പോക്കേ നീല സാരി എടുത്ത് മെലിഞ്ഞ് പൊക്കൊള്ള മൂക്കുത്തിട്ട് നിക്കേ. ആ ഇതാണോ? അയ്യോ അമ്മച്ചി, ഈ പെണ്ണി എന്നാ? അയ്യോ ഈ പെണ്ണി എന്നെ സാറിനെ ഇന്നലെ കറക്കിയെടുത്ത് കറക്കാൻ കൊണ്ടുപോയത്. അയ്യോ ഈ പെണ്ണിന്റെ മുഖം കണ്ടാ അറിയാടി, ഈ പെണ്ണ് ശരിയല്ല. ഈ പെണ്ണാണ് സാറിനെ കൊണ്ട് കറങ്ങാൻ പോയത്. മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇതെന്റെ സ്കൂളിലെ ഹേമ ടീച്ചറാണ്. ഹേമ ടീച്ചറിനായ 2 കൊമ്പുണ്ടാ? വൃത്തിയിടുന്ന ഞാൻ പറയും. അത് ആരായാലും ശരി, ആരായാലും ഞാൻ പറയും. മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയും. ആ ഇത് കൊള്ളാം കൊച്ചേ, ഇന്നത്തെ കാലമാണ്. നമ്മളെ കയ്യിലൊരു കടിഞ്ഞാണൊക്കെ വേണം. അയ്യോ ഇതൊന്നും ശരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ചേച്ചി ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടേ? എന്റെ ഇച്ചാൻ അങ്ങനെ പോണ ആളല്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കോ? പിന്നെ വന്നതൊക്കെ വന്ന് സാർ എന്തരായാലും വരുമ്പോ നീ സാറിന്റെ അടുത്ത് പെട്ടെന്ന് ചാടിക്കറി ചോദിക്കാനൊന്നും പോവല്ലേ വെച്ചേ. പതുക്കെ ഒരു ഓളത്തിലും ഒതുക്കത്തിലൊക്കെ വേണം ചോദിക്കാൻ കേട്ടാ. എടി ഈ ഒതുക്കത്തിൽ പറയണമെന്ന് വെച്ചാ ഇപ്പൊ ടോമി സാറ് വരുമ്പം നീ സാറിന്റെ അടുത്ത് നേരിട്ടൊന്നും പറയാൻ പോവില്ലേ. സാറ് ഈ പറയണ ഹേമ ടീച്ചറിനെ കൊണ്ട് ഏതോ ട്രെയിനിൽ കയറി കറങ്ങാൻ പോയത് നീ അറിഞ്ഞെന്ന് സാറ് മനസ്സിലാക്കണം. മനസ്സിലായ? അപ്പൊ ഞാൻ നീ നേരിട്ട് പറയരുത് സാറിന്റെ അടുത്ത്. എന്തോ വർത്താനാച്ചി, ഇച്ചായ വരുമ്പോ നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ, കാര്യം മനസ്സിലാവത്തില്ലേ? ഇല്ല, അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. എടി നമ്മൾ എന്ത് കാര്യം ഈ ആണുങ്ങളുടെ ചോദിച്ചാലും സത്യം പറയൂല അവര്. നമുക്ക് എന്തൊക്കെയോ അറിയുന്നുള്ള കാര്യം അവര് മനസ്സിലാക്കണം. പക്ഷെ നമ്മളത് പറയൂല. അപ്പൊ അവർക്ക് ടെൻഷൻ കയറും. അപ്പൊ തത്ത പറയും പോലെ ഈ ആണുങ്ങൾ നമ്മുടെ അടുത്ത് എല്ലാ കാര്യവും തുറന്നു പറയും. അങ്ങനെ നമ്മൾ പറയിപ്പിക്കണം. മനസ്സിലായ? ചേച്ചി, അതെ സുൽ ചേച്ചി, കുടുംബ ജീവിതം ആകുമ്പോ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതിലൊക്കെ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഇന്നലെ തന്നെ ഭാര്യ അറിയണ്ട എന്താ ചെയ്തേ? എന്തോ ടീച്ചയാ? സുലി ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതെ, ഈ ഭാര്യമാരറിയണ്ടേ ഓരോന്ന് ഒപ്പിക്കുന്നത് അത്ര വലിയ മിടുക്കത്തരമൊന്നും അല്ല. ഈ പലനാൾ കള്ളനില്ലേ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാവേ. ഇച്ചായന്റെ മുഖത്ത് എന്താ ഒരു ക്ഷീണം? അല്ല എന്തോ ക്ഷീണമുണ്ട്. വെയിലത്തൊന്ന് കയറി വന്നോണ്ടായി. നീ ഇപ്പൊ എന്താ പറഞ്ഞ? എന്തോ എന്തോ പറഞ്ഞു ഫോണില്? നീ എന്തോ പറഞ്ഞല്ലോ, ആരോട് എന്താ പറഞ്ഞു? അത് ഇനി അതിന്റെ പേരെ ദേഷ്യപ്പെടാൻ വേണ്ടി വരണ്ട. നമ്മുടെ ഗായത്രിയുടെ ആത്മാവെന്ന് പറഞ്ഞ സീരിയല്, ആ സീരിയല് അതിൽ അവളുടെ ഗായത്രിയുടെ ഭർത്താവില്ലേ, അവനാണെങ്കിൽ ഈ ഭാര്യ അറിയാണ്ട് ഓരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ ഒപ്പിക്കുവേ. അല്ലേ തന്നെ ഞാൻ ആരെടുത്താ പറയണത്? അതെ, വേറൊന്നല്ല. ഇച്ചാൻ ഈ സീരിയലൊന്നും കാണാറില്ലല്ലോ. സുലി ചേച്ചി ഇന്നലെ സമയം കിട്ടുന്ന സീരിയലൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ കഥ പറഞ്ഞു കൊടുത്തതാ. അങ്ങനെ ഞാൻ ഇരിക്കും, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ചായ എടുക്കാം. എനിക്കല്ലേ ഇച്ചായന്. വെയിലല്ലേ, ചായ എടുക്കാമേ. എന്തോ ചായ എടുത്ത ആശ്വാസമായിരിക്കുമല്ലോ. പക്ഷെ ഇച്ചായന് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഓടി, അത് നിനക്ക് തോന്നണം.
തോന്നലൊന്നും അല്ല. ഈ ഇടയ്ക്ക് കറക്കമൊക്കെ ഇച്ചിരി കൂടുന്നുണ്ട്. എന്തായിരുന്നു ഇന്ന്? അല്ല, ഞാൻ പോയതിനു ശേഷേ സമയം പോയി എന്തൊക്കെ പരിപാടികളായിരുന്നു ഇവിടെ ചെയ്തത്. അതില്ലേ, ഞാൻ കുത്തിരുന്ന് ആലോചിച്ചു. എന്താണ്? അല്ല, ഓരോരോ കാര്യങ്ങളെ. എന്ത് കാര്യം? അല്ലേ ചായ, ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോഴേ എല്ലാം തുറന്നവരുള്ള ഫ്രീഡം ഇല്ലേ? എന്തൊരു ചൂടാ. എല്ലാം തുറന്ന് പറയണല്ലേ? അപ്പോഴല്ലേ ഒരു ഭാര്യയും ഭർത്താവൂനെ? എന്താണ് അത് പറയാൻ? ഒന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്. അല്ല, ഇന്നലെ സംഭവിച്ചൊരു കാര്യേ തുറന്നു പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴാ അത് ശ്രദ്ധിച്ചത്. പക്ഷെ പറയേണ്ടതായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, മനഃപൂർവ്വം ആയിരുന്നല്ല. എങ്കിലും ഞാൻ പറയാം. അതങ്ങനെ നിശ്ചയം പറയണേ. എനിക്ക് സംഭവിച്ച കാര്യം നിശ്ചയം പറയണേ. നിനക്ക് സംഭവിച്ചു? നിനക്കെന്ത് സംഭവിച്ചു? ഞാൻ ഇന്നലെ തന്നില്ലേ ഇഡ്ഡലി കിട്ടില്ല സാമ്പാറും ഇന്നലെ രാവിലെ ചായ കഴിച്ചത്. പക്ഷേ അത് ഇന്നലെ രാവിലെ ഉണ്ടാക്കിയതല്ല, തലേ ദിവസത്തെ സാമ്പാറായിരുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇച്ചാൻ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചൂടാക്കി തന്നതാ. ഇച്ചാനത് അറിഞ്ഞില്ലല്ലോ. എന്താന്നും പറയാത്തെ? ഓ, ഇച്ചാനൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ഞാൻ ചെയ്തോളാം. എന്റെ പുറകെ നടക്കാതെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞു. പോയി ഫ്രഷ് ആവും. ഇപ്പോ യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നതല്ലേ, കട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാം. യാത്ര? എന്ത് യാത്ര? ആ ശ്യാമളേച്ച് വന്നിരുന്നു ചിട്ടി പ്രാവശ്യം ചോദിക്കാൻ. അല്ലേ ചായ ഞാൻ കാണിച്ചിട്ടെ, ഈ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടേ പിള്ളേർ കറങ്ങാൻ പോകാനും സിനിമയ്ക്കൊക്കെ പോകുമ്പോഴേ എന്ത് ശിക്ഷയെ കൊടുക്കാറ്? അതിപ്പോയി പിന്നെ കുട്ടികളെ രക്ഷകർത്താക്കളെ വിളിച്ചിട്ട് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. മനസ്സിലാക്കണം. ഈ ആശാൻ അങ്ങനെ എന്തോടല്ലോ, ആശാന് അക്ഷരം 1 പിഴച്ചാൽ ശിക്ഷന് 51 പിഴയ്ക്ക് ശിക്ഷന്. 51 അല്ലേ? പക്ഷെ നല്ല നമ്പരല്ലേ? 5ഉം 1ഉം 6. 6 നല്ല നമ്പരാ. ശിഷ്യന്മാർക്ക് എങ്ങനെ പഠിക്കാതിരിക്കും? ഇങ്ങനെയുള്ള ആശാന്മാരല്ലേ പഠിപ്പിക്കുന്നത്. എന്റെ ദൈവമേ, എന്നാലൊരു അധ്യാപകനല്ലേ? ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ആരും പ്രതീക്ഷിക്കത്തില്ല. അയ്യോ, അത് ഇത്രയും പേര് കാണുക മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. ഇച്ചയ, ഞാൻ ഇച്ചാനടുത്ത് പറഞ്ഞില്ലല്ലേ? നോക്ക്, ഒരു സാറുണ്ടല്ലോ ഇച്ചായ, ഇന്നലെ വെള്ളം അടിച്ചിട്ട് ബോധമില്ലാണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി. അത് ഇത്രയും പേര് നോക്കി നിൽക്കേ. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചോക്കെ. എന്റെ ഇച്ചാനും പിന്നെ അങ്ങനത്തെ ദുർശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ ഭാഗ്യം. വണ്ടി ആയാലും മനുഷ്യന്റെ മനസ്സായാലും നിയന്ത്രണം വിട്ടതാ. പിന്നെ എന്തോ പിന്നെ
എന്താ ചെയ്യാ വിശക്കുന്നുണ്ടോ? ഭക്ഷണം എടുക്കാവേ ഞാന്? ഭക്ഷണം ഇപ്പൊ വേണ്ട. പിന്നെ എന്താ ചെയ്യാ? അല്ല ഇന്നലെ ചേട്ടൻ ഭക്ഷണം കഴിച്ചേ? ഇന്നലെ ഞാൻ ഉച്ചക്ക് പുറത്തുനിന്നായിരിക്കും, അതെനിക്കറിയാലോ. വൈകുന്നേരം എവിടുന്നാ കഴിച്ചേ? വൈകുന്നേരം ഇവിടെ നിന്നല്ലേ കഴിച്ചേ? ഇവിടെ നിന്ന് കഴിച്ചേ. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? കൊള്ളായിരുന്നു. പക്ഷെ ഇന്നലെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അറിയാം എല്ലാം. ചേട്ടാ, നിങ്ങൾ ഈ ആ മുട്ടത്തലയിൽ താളം ഇട്ടോണ്ട് നിൽക്കാതെ ഇത് എന്തെങ്കിലും ഒരു കാര്യം പറ. ഇത് ഇല്ല ഇവിടെ അന്തം വിട്ട് ഭൂകമ്പം നടക്കും. അല്ല, ഇത് ലതക്കൊച്ച് അറിഞ്ഞു എന്നുള്ള കാര്യം ശരിയാണോ? എന്തോന്ന്? അത് ശരി, ഞാൻ തലേ താളം വിട്ടപ്പോഴായിരുന്നല്ലേ വലിയ കുഴപ്പം. ഇതിങ്ങനെ തലയാട്ടിക്കൊണ്ടെന്ന് ഞാൻ എന്ത് മനസ്സിലാക്കും? എന്തെങ്കിലും തുറന്നു പറ സാറേ. എന്റെ അമ്മ ഞാൻ പറയട്ടെ, അവൾ അറിഞ്ഞു എന്നതാണ് എനിക്ക് തോന്നണം. പക്ഷേ അവള് ഇത് കൃത്യമായിട്ടൊരു കാര്യം പറയണമില്ല. എന്നാ തൊട്ടും തൊടാതെ ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട്. എന്നാ നേരിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നുമില്ല. സാറ് പറയണമെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ജോണി ചേട്ടാ, ഞാൻ ഇന്നലെ ലീവ് എടുത്ത് ഹേമ ടീച്ചറിന്റെ കൂടെ പോയിരുന്നു. അത് പിന്നെ ഇന്നലെ അവളുടെ അങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പറയിലുള്ള കംപ്ലീറ്റ് കഥകളും പറയണം. അതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ തൊല്ലേക്ക് നിൽക്കാതെ അതങ്ങ് പറയാത്തത്. അത് ശരി. പക്ഷേ എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞുള്ളത് അറിഞ്ഞ് അല്ല ഇത്, എന്നിട്ട് അത് അറിഞ്ഞ ഭാവം കാണിക്കുന്നുമില്ല. എന്നാൽ അവൾ അറിഞ്ഞിട്ടുണ്ട്. ഇവൾ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കണെന്നാണ് എനിക്ക് പിടിയിട്ടത്. അല്ല, ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി ചോദിക്കുന്ന ആളാണ് ലതക്കൊച്ച്. അത് തന്നെയാണ്. പക്ഷെ ഇവളിപ്പോ വലിയ മുഖത്ത് നോക്കി ചോദിക്കണമില്ല. എന്നാ അവിടെ ഇവിടെ തൊട്ട് തൊടാതെ ചിലത് പറയുന്നുണ്ട്, ചില സൂചനകളൊക്കെ തരുന്നുണ്ട്. അല്ല സാറേ, എന്നിട്ട് ഒരു അഭിനയമുണ്ട്. സാറേ, ഇത് ആര് പറഞ്ഞിട്ടായിരിക്കും അറിഞ്ഞിട്ടുള്ളത്? അങ്ങനെ ചോദിച്ച നമ്മൾ അല്ല, അത് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. അങ്ങനെ ചോദിച്ചത് ഇപ്പൊ ആര് പറയാൻ സാധ്യത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ചിട്ടി പൈസ വാങ്ങിക്കാൻ വേണ്ടി ചേച്ചി എന്റെ പൊന്നെ, സൈനൈഡാണ് സാറേ, സൈനൈഡ്. ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് കീഴടങ്ങുന്നതാണ് നല്ലത്. ലോകത്തുള്ള സകല കാര്യങ്ങളും ഈ തുമ്പി ശ്യാമളക്കറിയാം. എന്റെ പൊന്ന് സാറേ, ഒന്നിനെ 10 പറയുന്നവളാ ഈ തുമ്പി ശ്യാമള. അതുകൊണ്ട് ചെന്ന് കൊച്ചിനോട് എല്ലാം തുറന്നു പറ. ഈ തുറന്ന് പറയാനെന്ന് പറഞ്ഞേ ജോണി ചേട്ടാ, ഞാൻ അവിടെ ചെല്ലുന്നു പറയാൻ നേരത്തെ ഇവള് കേക്കണ്ടേന്നേ. എന്റെ പൊന്ന് സാറേ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പെണ്ണുങ്ങള് അത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നമ്മുടെ അടുത്തും നടിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ് വിചാരിച്ചോളാം അതിന്റെ പിന്നിൽ എന്തോ വലിയൊരു ഗൂഢലക്ഷ്യമുണ്ടെന്ന്. സാറ് ചെന്ന് എല്ലാം തുറന്ന് പറഞ്ഞ് കീഴടങ്ങ്, അതാണ് നല്ലത്. 1-2 ദിവസത്തിനകം ഈ പ്രശ്നം സോൾവ് ആയില്ലെങ്കിൽ സാറിന്റെ കയ്യിൽ നിന്ന് പോകും. അത് പറഞ്ഞേക്കാം. നിനക്കേ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഞാൻ എന്തേലും ചോദിച്ചിട്ടും പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല, നമ്മളിപ്പോ ചില കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ചിലപ്പോ മറന്നുപോയി കാണും. അത് തിരക്കിന്റെ ഇടയിൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹേമ ടീച്ചറില്ലേ, ഹേമ ടീച്ചർ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇലക്ട്രിക് ട്രെയിനിന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചേ 1-2 പറഞ്ഞിരുന്ന കൂട്ടത്തെ ടീച്ചർ പറയുവാ, ഒരു കണക്കിന് ഇപ്പൊ ഇലക്ട്രിക് ട്രെയിൻ വന്നത് നന്നായി. ഭയങ്കര സ്പീഡല്ലേ? സ്പീഡാ. ഇച്ചാന് ട്രെയിനിൽ കയറാൻ പേടിയുണ്ടോ ഒറ്റയ്ക്ക്? എവിടെയൊക്കെ നമ്മൾ പോയി. പക്ഷെ ഹേമ ടീച്ചർക്ക് പേടിയുണ്ട്. ട്രെയിനിൽ പോകുമ്പോ എപ്പോഴും ഒരാൾ കൂടെ വേണോന്ന്. കഷ്ടാന്നറിയാമോ? ലാലേട്ടൻ പറഞ്ഞത് എന്ത് കറക്റ്റാണ്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മനസ്സിന് മനസാക്ഷി കുത്തു തുടങ്ങിയല്ലേ, എല്ലാ കുറ്റവും ഏറ്റു പറഞ്ഞൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടാവും.
മതി നിർത്ത്. നീ കുറെ നേരം എന്നെ ഇങ്ങനെ എന്നെങ്ങനെ ഞാൻ പറ എന്നെങ്ങനെ ഹേമ ടീച്ചർ ഇവിടെ കൊല്ലം വരെ പോയി. ഓ കൊല്ലം വരെയൊക്കെ എത്തിയോ? ഒരു ഹേമ ടീച്ചറിന്റെ പിന്നെ സഹോദരന്റെ ഭാര്യയ്ക്ക് യൂട്രസ് റിമൂവ് ചെയ്യണ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴാണ് ആ വിവരം പറയണത്. ഞാൻ പിന്നെ നേരെ അവിടെ പോവുകയും ചെയ്തു. ബ്ലഡ് കൊടുത്തു. സ്കൂള് വീട്ട് കഴിയുന്നതിന് അതിന് മുമ്പേ ഞാൻ തിരികെ എത്തുകയും ചെയ്തു. ഇതാണ് നടന്നത്. അല്ല നീ വിചാരിക്കുന്ന പോലെ ഞാനെന്ത് വിചാരിച്ചിട്ടേക്കണേ? എന്ത് ഞാൻ എന്ത് വിചാരിച്ചാലും നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കണേന്ന്. ഇച്ചാൻ ഇനി അഥവാ ഹേമ ടീച്ചറിന്റെ പോയാലും അതിൽ വേറെ മോശം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇച്ചാൻ അങ്ങനെ മോശം കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്നും എനിക്കറിയാം. ഇനി ഹേമ ടീച്ചറിന്റെ കൂടെ അല്ല ആരെ കൂടെ പോയാലും അത് നല്ലതിനാവും എനിക്കറിയാം. പിന്നെ എന്താണ് കുഴപ്പം? പിന്നെ ഇച്ചാൻ എന്താ ബ്ലഡ് കൊടുക്കാൻ പോകുന്ന കാര്യം എന്നോട് പറയാത്തെ? അതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നീ സമ്മതിക്കൂ? നീ പലപ്പോഴും പറയല്ലേ ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് തിന്ന് ഊറുന്ന ചോരയാണ്. അതിങ്ങനെ കണ്ടവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മേലെ രക്തം കൊടുക്കാൻ പോകരുത്. നിനക്ക് ഇഷ്ടമല്ല തോന്നി, അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. രക്തദാനം മഹാദാനം എന്നല്ലേ? അതെപ്പോഴാണ് ഇങ്ങനെ നീ പണ്ട് ചോര എടുക്കാൻ പോയപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഈ പണ്ടെന്ന് പറയുമ്പോ 1.5 വർഷത്തിന് മുമ്പേ അന്നുള്ള ഞാനാണ് ഇപ്പൊ ഉള്ളത് അല്ലേ? ഈ 1.5 വർഷം എന്ന് പറയുമ്പോ എനിക്ക് എത്ര വയസ്സ് കുറവുണ്ട്? അപ്പോഴും എനിക്ക് അത്രയ്ക്കുള്ള പക്വത അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പ്രായം കൂടുന്നവരും പക്വത കൂടും. ഭയങ്കര പക്വത. അതല്ല, നമുക്ക് ഈ അറിവും ബോധമുള്ള ആരുടെങ്കിലും കൂടെ ജീവിക്കുമ്പോഴും അവരുടെ അടുത്ത് ഇടപെടുമ്പോഴും അവരറിവും ബോധം നമുക്കും കിട്ടും. ഇച്ചാൻ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് രക്തം ദാനം ചെയ്യണം, നല്ലതാണ്. അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഇച്ചായൻ പറഞ്ഞു തന്നപ്പോ എനിക്ക് മനസ്സിലായി. എനിക്ക് രക്തദാനം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. ഇച്ചാൻ ചെയ്യുന്ന കാര്യം നല്ല തന്നെയാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? ഇത്രയും വലിയ പക്വത തന്നെ കൊണ്ടായിരുന്നെങ്കിലേ ഞാൻ ഹേമ ടീച്ചറുടെ കൂടെ അവിടെ കൊല്ലത്ത് പോയ ബ്ലഡ് കൊടുക്കാൻ പോയ കാര്യം നീ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാതെ ഇത്രയും നേരം എന്നെ ടെൻഷൻ എടുപ്പിച്ചില്ല. അത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ്. എന്റെ അടുത്ത് സത്യം തുറന്നു പറയാതിരുന്നതിനുള്ള നിങ്ങൾക്ക് പറഞ്ഞ ഏറ്റവും വലിയ ശിക്ഷ. സ്വന്തം ഭർത്താക്കന്മാരെ എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ ഈ ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും അവകാശമുണ്ട്. ഇല്ലേ? ഇല്ലേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞ് ഓരോന്ന് അറിയുന്നേക്കാൾ ഇച്ചായം പറഞ്ഞറിയാൻ എനിക്കിഷ്ടം. ഈ രക്തദാനം മഹാദാനം എനിക്കറിയാം. ഇച്ചാൻ ഞാൻ ഇനി വഴക്ക് പറയുന്നത് പേടിച്ച് ഇച്ചായം പോയി രക്തദാനം നടത്തി. അതറിഞ്ഞപ്പോ ഇച്ചായനെ എന്റെ പുറകെ കുറച്ച് നടത്തിച്ച്, അത്രേ ഉള്ളൂ. അത്ര മാത്രമല്ല, ഈ രക്തദാനം മഹാദാനം എന്നല്ലേ ആ മെസ്സേജ് എനിക്കറിയാം. ഇനി വേറെ അധികം മെസ്സേജ് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കാൻ നോക്കാം, എനിക്ക് ഉറങ്ങണം. ഈ പക്വത എന്തും കണ്ടിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിരുന്നു. വിചാരിച്ചാൽ നടക്കും.